ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ അതിൽ ആക്റ്റീവായിട്ടുള്ള നമ്മുടെ ധനൂപ്, ഒരു ഹിന്ദുത്വവാദി. അദ്ദേഹം ഇന്നലെ ഇട്ട ഒരു പോസ്റ്റാണ്. അതിൽ നമ്മുടെ ഓണത്തിന് മുസ്ലിം കുട്ടികൾ പങ്കെടുക്കരുത് എന്ന് കാണിച്ചുകൊണ്ട് ഒരു വോയിസ് മെസ്സേജ് വാട്സപ്പിൽ രക്ഷിതാക്കൾക്ക് ഒരു ടീച്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടീച്ചറെ വോയിസിനെ അനുകൂലിച്ചുകൊണ്ട്, അതായത് ഓണം ഹിന്ദുക്കളുടെ മാത്രമാണ്, ഹിന്ദു ആചാരമാണ് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തി. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. ഓണം അത് ഹിന്ദുക്കളുടെ ആഘോഷമാണ്, അതിലോട്ട് കുട്ടികളെ പറഞ്ഞയക്കേണ്ടതില്ല എന്നൊരു ടീച്ചർ രക്ഷിതാക്കൾക്ക് ഒരു വോയിസ് അയക്കുകയാണ് വാട്സപ്പിൽ. അത് വലിയ വിവാദമാകുന്നു. ടീച്ചർക്കെതിരെ നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പൊക്കെ അറിയിക്കുന്നു. എന്ത് കാര്യത്തിന്? അവർക്ക് മറ്റുള്ളവരെ പോലെ മതേതരം അഭിനയിക്കാൻ അറിയില്ല. അവരവരുടെ നാച്ചുറലായിട്ടുള്ള ലൈഫ് മുന്നോട്ട് പോകുന്ന ആളാണ്. അവരിൽ നിന്നും വരുന്ന ഒരു സ്വരമാണത്. ഇസ്ലാം മതപ്രകാരം ഈ പറയുന്ന ആഘോഷം അത് ശിർക്കാണ്. കാരണം ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓണത്തിന് ഭക്ഷണം വയ്ക്കുമ്പോൾ ഫസ്റ്റ് ഗണപതിക്ക് വെച്ച് പൂജിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവർ കഴിക്കാൻ കൊടുക്കുള്ളൂ, അല്ലേ? അപ്പോൾ അത് ശരിക്കും വിശ്വാസപരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളും ഈ സമൂഹത്തിലുണ്ട്. അവരെന്തിനാണ് നിർബന്ധിക്കുന്നത്? എനിക്കതാ മനസ്സിലാവും. നിങ്ങൾ നിർബന്ധിച്ചു കൊണ്ടൊരു ആഘോഷത്തിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വിശ്വാസത്തിൽ നിങ്ങൾ പങ്കെടുക്കണമെന്ന് അധികാരപൂർവ്വം എന്തിനാണ് പറയുന്നത്? അവരവരുടെ ഇഷ്ടത്തിൽ ജീവിക്കട്ടെ. അവർ പറയുന്നത് വളരെ കറക്റ്റല്ലേ? ഓണം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ആഘോഷമാണ്, ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള ആഘോഷമാണ്. വാമനൻ, മഹാബലി, ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ടതല്ലേ? അപ്പോൾ അത് അവരെ കൊണ്ട് നിർബന്ധിപ്പിക്കണം, അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് നിർബന്ധിച്ചേൽപ്പിക്കണം എന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാണ്? അതിന് വിദ്യാഭ്യാസ വകുപ്പ് എന്തിനാണ് കേസെടുക്കുന്നത്, അല്ലെങ്കിൽ അത് നടപടിയെടുക്കുന്നത്? അവർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കണം നിർബന്ധമുണ്ടോ? അറിയാതെ ചോദിക്കുകയാണ്. ക്രിസ്തുമസ് നമ്മൾ ആഘോഷിക്കണം നിർബന്ധമുണ്ടോ? നമ്മൾ കൂട്ടും, ആൾക്കാരൊപ്പം കൂടി അവരുടെ ഭക്ഷണം കഴിച്ച്, അതൊക്കെ ഓക്കെയാണ്. ഇനി അതിന് താല്പര്യമില്ലാത്തൊരു വിഭാഗം, അത് ഇസ്ലാമികപരമായിട്ടുള്ള വിശ്വാസപ്രകാരമുള്ള ഒരു ആഘോഷമാണ്, ആ ആഘോഷത്തിൽ ഹിന്ദുക്കൾ പങ്കെടുക്കേണ്ടതില്ല എന്ന് ഒരു ഹിന്ദു വിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാളെ നിർബന്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ പറയുന്ന ആഘോഷത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓണം എന്ന് പറയുന്നത് ഒരു ഹിന്ദു ഫെസ്റ്റിവലാണ്, അല്ലാതെ ഒരു എന്താ പറയുക മറ്റു മതങ്ങളുമായിട്ട് കണക്ട് ചെയ്യണമെന്നല്ല. പക്ഷെ അത് നമ്മൾ കേരളക്കാർ ഒന്നിച്ച് ആഘോഷിക്കണം. അതൊരു ലീവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും കൂടി ആഘോഷിക്കുന്നു എന്നേ ഉള്ളൂ. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? അതൊരു ഹൈന്ദവ ആഘോഷം തന്നെയാണ്. വിഷു, ഇതൊക്കെ ഇതിൽ പെട്ടതാണ്. പക്ഷെ അതിൽ മറ്റുള്ളവർ നിർബന്ധമായിട്ടും പങ്കെടുക്കണം എന്ന് പറയുന്നത് തെറ്റാണ്. ആ ടീച്ചർ പറഞ്ഞത് അവിടുത്തെ കുട്ടികൾ, മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികളോട് നിങ്ങളതിൽ പങ്കെടുക്കേണ്ടതില്ല, അത് ഇസ്ലാം പരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് വിട്ടോളണം. മനസ്സിലായോ? അതിലാർക്കെങ്കിലും ആ ടീച്ചർ പറഞ്ഞതിൽ പരാതി ഉണ്ടെങ്കിൽ അവരെ മക്കളെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞയച്ചോട്ടെ. അല്ലാതെ ഈ പ്രഹസനം കൊണ്ടൊന്നും കാര്യമില്ല. അപ്പം ഇങ്ങനെ വിദ്യാഭ്യാസ വകുപ്പ് കേസെടുക്കും എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ നടപടി എടുക്കും എന്നൊക്കെ പറയുമ്പോൾ ആരാണ് ആരോടാ നിങ്ങൾ പറയണത്? മനസ്സിലായില്ല. ഇതാ പറഞ്ഞ മതേതരം അഭിനയിക്കരുത്. ആ സ്ത്രീക്ക് അത് അഭിനയിക്കാൻ അറിയില്ല. അവർ നാച്ചുറലായിട്ട് അവർ പഠിച്ച ഇസ്ലാമിക മതപ്രകാരം ജീവിക്കുന്നു. അവർക്ക് അഭിനയിച്ചു കൊണ്ട് ഇവിടെ ഒന്നും നേടാനില്ല. ഇതാണ് ഞാൻ ഇവിടുത്തെ ഹൈന്ദവരോടും പറയുന്നത്. നിങ്ങൾ ഈ മതേതരം അഭിനയിക്കുന്നത് നിർത്തൂ. കുറേ ആൾക്കാർ മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്ന് കരുതിക്കൊണ്ട് പല ആഘോഷങ്ങളിലും പങ്കെടുക്കുകയാണ്. ഞാനൊരു ആഘോഷത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ എനിക്കതിൽ മറ്റുള്ളവർ എന്തെങ്കിലും തോന്നുന്നു കരുതി പങ്കെടുക്കുന്ന ആളല്ല ഞാൻ. വേണമെന്ന് കരുതിയാൽ പോവും, വേണ്ടാന്ന് കരുതി ഇനി ആർക്ക് എന്ത് തോന്നിയാലും വേണ്ടാന്ന് കരുതിയാൽ പോവില്ല. അപ്പോൾ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും പറയാനുള്ളതാണ്, നിർബന്ധിച്ചുകൊണ്ട് ഒരു മതവിശ്വാസ പ്രകാരമുള്ള സ്ഥലത്തോട്ട് നിങ്ങൾ പോകണ്ട. മറ്റുള്ളവർക്ക് എന്ത് തോന്നുമെന്ന് കരുതി നിങ്ങൾ പോകാൻ നിൽക്കേണ്ട. അതായത് ഈ അഭിനയം നിർത്തുക, ജീവിക്കുക. ഈ അഭിനയമാണ് ശരിക്കും കേരളത്തിനെ ഇങ്ങനെ എന്താ പറയുക കീപ്പോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ മതേതരത്വമുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസപ്രകാരം മതം പഠിച്ച ഒരാൾക്ക് മതേതരമാകാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഇസ്ലാം മതം. അതെല്ലാവർക്കും അറിയാവുന്ന കേസല്ലേ? അത് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഒരു പരിധിവരെ എല്ലാം ശിർക്കും ഈ പറയുന്ന പോലെ അറാമൊക്കെയാണ്. പക്ഷെ അവരത് മറന്നുകൊണ്ട്, അല്ലെങ്കിൽ അത് ഈ നാട്ടിൽ ജീവിക്കല്ലേ, അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് കരുതിക്കൊണ്ട് പലതിലും പങ്കെടുക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഹിന്ദുക്കളും, അതുപോലെ തന്നെയാണ് ക്രൈസ്തവരെല്ലാവരും. അപ്പം ഞാൻ പറഞ്ഞത് ഈ അഭിനയം നിർത്തിയിട്ട് നാച്ചുറൽ ലൈഫിലോട്ട് പോവാം. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് എന്താണോ അത് ശീലിക്കൂ. ആ ടീച്ചറെ ഞാൻ കുറ്റം പറയില്ല. ആ ടീച്ചർ പഠിച്ച കാര്യം, അല്ലെങ്കിൽ ടീച്ചർ വിശ്വസിക്കുന്ന ഒരു കാര്യം അതാണ്. അത് മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തു. അവർ ടീച്ചറല്ലേ. അപ്പോൾ അതിൽ ചില രക്ഷിതാക്കൾ ഈ പറയുന്ന പോലെ അതിൽ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും, അവരത് വിഷയമാക്കി, അത്രയേ ഉള്ളൂ.
എനിക്കിതിൽ വലിയ ഇതൊന്നും തോന്നുന്നില്ല. ഒരു എന്താ പറയുക, മുസ്ലിം വിഭാഗം അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗം ഓണം ആഘോഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നഷ്ടമാണ് എന്നുള്ള തോന്നലൊന്നുമില്ല. എല്ലാവർക്കും ഇവിടെ ജീവിക്കണം, അവരുടെ വിശ്വാസപ്രകാരം ജീവിക്കണം. ആ ടീച്ചർക്കും ജീവിക്കാൻ അവകാശമുണ്ട്, അവരുടെ വിശ്വാസപ്രകാരം അവരത് പറഞ്ഞു. ഇനി അതിനെ ക്രൂശിക്കാൻ പോകണ്ട, അവരത് പഠിച്ചതാണ്. അത് ചെറുപ്പം മുതലേ അവർ വായിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ മതം എന്ന് പറയുന്ന ഒരു വിശ്വാസം കൊണ്ടു നടക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് ഒരു പരിധി വരെ ഇതൊക്കെ എന്താ പറയുക, മരിച്ചു പോകണ്ടേ, അവർ പേടിക്കുന്നതാണ്. കാരണം പഠിക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു ധാരണയിലായിരിക്കാം ചിലപ്പോൾ അവരങ്ങനെ പറയണത്. അതായത് ഹിന്ദുക്കളുടെ ആഘോഷം അത് പോയി പങ്കെടുത്തു കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ പടച്ചതമ്പുരാൻ അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുമെന്നുള്ള ഒരു ഭയമായിരിക്കാം അവർക്ക്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും എന്നെ ശിക്ഷിക്കും എന്നുള്ളൊരു പേടി അവർക്കുണ്ടാവാം. വിട്ട് കളയണം, ഇതൊന്നും ഒരാൾ ആഘോഷിച്ചില്ല എന്ന് കരുതിയിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ? ഇനി അതിൻ്റെ പേരിൽ ഇങ്ങനെ എന്താ പറയുക, അതിനെ ക്രൂശിക്കാൻ പോണോ? ഒറ്റയ്ക്ക് അവർ പറഞ്ഞതിനെ സത്യം. ഓണം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള ആഘോഷമാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ആടുന്നതും പാടുന്നതും സൗഹൃദപൂർവ്വം ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഒരു എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് നടക്കുന്നതാണ്. അതല്ലാതെ ഇതിലൊരു വേറൊന്നുമില്ല. ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം മതേതരമല്ല. ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ടാണ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ ടീച്ചർക്ക് അങ്ങനെ ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ ആ നിൽക്കുന്ന മാനസികാവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾ പറയുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. മറക്കണ്ട, ഓണം ഹൈന്ദവ ആഘോഷം തന്നെയാണ്. പല ഉസ്താദന്മാരോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇങ്ങനെ മതപ്രകാരമുള്ള ആഘോഷമാണ്, ഷിർക്കാണെന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ? ചില ഹിന്ദുക്കളൊക്കെ ഈ മതേതരം കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെളിയിക്കാൻ വേണ്ടി നോമ്പെടുക്കുന്നത് കാണാറുണ്ട്. പിന്നെ ഈ ഓണം ആഘോഷമല്ല, ഓണം വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ ആ ഓണത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്ത് കിട്ടുന്ന ഓഫറുകളൊക്കെ ഒഴിവാക്കാനും കൂടി ശ്രമിക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. കാരണം അപ്പോഴത് പൂർണ്ണതയിലെത്തുള്ളൂ, അല്ലെങ്കിൽ അതൊരു പൂർണ്ണത ഉണ്ടാവില്ല. അതും കൂടി ഒന്ന് നോക്കുക, നന്നാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? അപ്പോൾ സത്യത്തിൽ ഈ ഓണത്തിന് നിർബന്ധമായും പങ്കെടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു വോയിസോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നതായിട്ടോ നമുക്കൊരു വിവരവും ഇല്ല. അതായത് പങ്കെടുക്കരുത് എന്നുള്ള ഒരു വോയിസ് മാത്രമാണ് ആ ടീച്ചർ പറഞ്ഞതാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ. പിന്നെ ഇദ്ദേഹം ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇദ്ദേഹം ഇതിലൂടെ ഒരു വർഗീയത കുത്തിച്ചേർക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. അത് നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഭാരതം, ഇന്ത്യ അതൊരു മതേതര രാജ്യമല്ലേ? അപ്പോൾ അതിൽ ഇത്തരം കാര്യങ്ങളാണ് നമ്മളെല്ലാവരും കീപ്പ് ചെയ്യേണ്ടത്. ഇദ്ദേഹം ഇതിലൂടെ ഒരു വർഗീയത പറയാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.